صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. محترم خلفائے کرام اور میرے عزیز بزرگوں اور دوستو، اللہ تبارک و تعالیٰ کا ہم پر بڑا کرم فضل اور اس کا یہ احسان ہے کہ اس نے ہم گنہگار بدکار سیاہ کار بندوں کو اللہ اپنے حبیب دو عالم کے آقا امام الانبیاء محمد الرسول اللہ صلی اللہ علیہ وسلم کی امت بابرکت میں پیدا کیا، اور اس امت میں اللہ نے ہمیں پیدا ہونے کا شرف عظیم عطا فرمایا. الحمدللہ. വന്ദ്യരായ ഖുലഫാക്കളെ, ഉലമാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് പാപികളായ ദോഷികളായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ അഷ്റഫുൽ ഖൽഖ് ഇമാമുൽ അംബിയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും अभिमानबोधവും अल्लाह ताला നമുക്ക് പ്രദാനം ചെയ്തു. और आज अल्लाह ताला हम और आपको अपने शेख के बारगाह में जमा होने की, उनकी याद मनाने की अल्लाह ने हमें तौफीक अता फरमाई. यहाँ पर जमा होना, उनके लिए दुआ करना मग़फ़िरत की बहुत आगे की बात है. यहाँ पर हम उनका नाम लेकर जमा होना, ये हमारी मग़फ़िरत का सबब है. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ശൈഖ് അവറുകളുടെ ആ തിരുഹദറത്തിൽ നാം ഏവരെയും അവരെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ ഹദറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുക എന്നുള്ളത് അതൊരുപാട് അതിര് കവിഞ്ഞ ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഈ സദസ്സിലിരുന്നു കൊണ്ട് അവരുടെ പേരിൽ മാത്രം നമ്മൾക്ക് വേണ്ട മഗ്ഫിറത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. आज की हमारी महफिल मेरे वालिद रज़ी अल्लाह ताला अन्हु की क्या महफिल है? ताज़ियती महफिल मजलिस. अल्लाह ताला इसमें हमको जमा फरमाया. ഇന്നത്തെ നമ്മുടെ ഈ സദസ്സ് എൻ്റെ ഉപ്പ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ താസിയത്ത് അനുശോചനം എന്ന പേരിലുള്ള ഒരു സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. आप बतलाइए ये ताज़ियत किसको बयान करें हम? ताज़ियत किसको बयान करे और ताज़ियत किसकी बयान करे, ये हमारे जहन में आने वाली बात नहीं है. सिर्फ इतना है, जिस तरह अल्लाह के महबूब बंदे मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम हमको बतलाए हैं, उज़्कुरू महासिना मौताकुम, जो तुम में से चले गए हैं उनके खूबियों को तुम बयान करो. हम क्या खूबी बयान करें हम अपने शेख की? हम उस काबिल भी नहीं हैं कि हम अपने शेख की खूबी बयान करें. सिर्फ मैं इतना ही कहूँगा, आज मैं और आज आप जो है यहाँ पर, ये उनका कमाल नहीं है बल्कि उनके जूतियों का सदक़ा है.
آج اللہ ہم کو اس مقام پر، یہاں پر، اس صورت میں، اس شکل میں، یہ کیفیت میں اللہ ہم کو یہاں پر بٹھایا ہے۔ ബഹുമാനികളെ, ഇന്നത്തെ ഈ മഹത്തായ സമ്മേളനം നമ്മുടെ ഷെയ്ഖ് അവറുകളുടെ തഅസിയത്ത് എന്ന പേരിലുള്ള സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനമാണ്. ഇവിടെ ആരാണ് തഅസിയത്ത് ചെയ്യേണ്ടത്, ആർക്കാണ് തഅസിയത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്കുറു മഹാസിന മൗത്താക്കും, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളുടെ നന്മകൾ, ഗുണങ്ങളൊക്കെ നിങ്ങൾ എടുത്തു പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ നമ്മളെ ശൈഖ് അവറുകളുടെ ഗുണങ്ങളും അവരുടെ ഉന്നതമായ കാര്യങ്ങളും നമ്മൾ എന്ത് വിവരിക്കാനാണ്? നമ്മൾക്ക് അതിനുള്ള എന്ത് അർഹതയാണുള്ളത്? നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം ഏതൊരു രൂപത്തിൽ, ഏതൊരു കോലത്തിൽ, ഏതൊരു സ്ഥിതിയിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നോ, നിങ്ങളൊക്കെ ഏതൊരു കോലത്തിലും രൂപത്തിലും സ്ഥിതിയിലും കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നോ, ഇതൊന്നും അവരുടെ കമാലാന്നും കൂടി പറയാൻ പറ്റൂല. അവരുടെ കാലിൻ്റെ അടിയിലെ ചില തൂളങ്ങളുടെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. हम क्या बयान कर सकते हैं बुजुर्गों, ये हमारा बोलना भी उनका कमाल है। हम तो जाहिल है, जहालत हमारे अंदर भरी हुई है। ये जो बोला जा रहा है ये अल्लाह का इल्म तो है, लेकिन ये अल्लाह का इल्म है बताने वाला पीर हमारा है। कि अल्लाह ताला हमको ऐसे वली से, ऐसे शेख से अल्लाह में निस्बत अता फरमाया। നമ്മൾക്ക് അവരുടെ കമാലുകളെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കാനാണ്? നമ്മളെ ഈ പറച്ചിൽ തന്നെ അവരുടെ കമാലാണ്. നമ്മൾ സംഭവത്തിൽ ജാഹിലീങ്ങളാണ്. നമ്മളിൽ ജഹില്, അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഇൽമാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ള യോഗ്യത നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും മനസ്സിലാക്കി തന്നത് ഈ ശൈഖ് അവറുകളാണ്. അവരെ കൊണ്ടാണ് कभी हम अपनी ज़िंदगी में ये नहीं सोचे थे कि ये महफिल भी हमको मनाना पड़ेगा, ये महफिल भी हमको मनाना पड़ेगा। कभी हम अपनी ज़िंदगी में नहीं सोचे। हर वक्त, हर यहाँ में का बैठने वाला हर फ़र्द इल्ला माशा अल्लाह, हर कोई ये दुआ करता, ऐ अल्लाह मुझको भी मेरे शेख से, मेरी औलाद को भी मेरे शेख से, मेरी नस्लों को भी मेरे शेख से इस्तिफ़ादा उठाने की तौफ़ीक़ अता फरमा। हर कोई ये दुआ करता और हर किसी की आरज़ू, ये तमन्ना यह रहती, ये है, ये थी, ऐ अल्लाह जब मेरे मौत का वक्त आए तो मेरा सर मेरे शेख की खदमों में हो। लेकिन मसलिहत इलाही कुछ और, अल्लाह के इल्म में कुछ और। हम उस मसलिहत को, हम उसके ख़िलाफ़ में भी नहीं जा सकते, उसको रद्द भी हम नहीं कर सकते। जो अल्लाह के इल्म में है, जो मसलिहत है, वो बेहतर जानने वाला है। बस हमको सब्र करना ज़रूरी है। अल्लाह ताला हम सबों को ये जो महफिल में बिठाया है, बस हमें हिम्मत और सब्र अता फरमाए। ബഹുമാനികളെ, ഇങ്ങനത്തെ तो उनके कमालात क्या है, ज़री से झलकी मैं आपके सामने बयान करके, वैसे तो सब मालूम है आपको, ज़रा सरासर बात करके अपनी गुफ्तगू में ख़त्म करता हूँ। मेरे आका हज़रत नूरी अलैहि रहमत व रिज़वान जो अपनी ज़िंदगी में जो कमाल हासिल किए और उसके असर जो ज़हूर में आए, चाहे वो हर फहरिस्त में क्यों ना हो, बुज़ुर्गों स्कूल की सूरत में क्यों ना हो और कई सूरतों में क्यों ना हो, आपका जब विसाल हुआ तो आपके तमाम बेटों ने उसे चलाया, साहिबजादों ने उसे चलाया। एक स्कूल तो बंद हो गया, एक स्कूल चल रहा है अल्लाह के फजल से, कॉलेज उसमें भी तखर्रुरात आगे रुकावटें डालने की वजह से उसमें भी अब रुके हुए हैं। लिहाजा तकरीबन हर चीज़ ख़त्म हो रहा है।
ظاہراً، لیکن میرے پیر کا کرم بولیے، میرے پیر کا کمال بولیے، کیسا آپ نے اپنے والد کے مشن کو لے کر چلا، کیسا آپ نے وہ کمال کو حاصل کیا، میں وہی بتانا چاہ رہا ہوں۔ آپ نے یہاں پر جامعہ بھی قائم کیا، انگریزی اسکول کا تعلیم بھی شروع کروایا، کالج کا تعلیم بھی شروع کروائی، ہر وہ چیز جو اپنے والد کا جو خواب تھا اس کو کامل کر کے بتلایا، جو والد کا جو ارادہ تھا اس کو کامل کر کے بتلایا۔ صرف اتنا ہی نہیں بلکہ دواخانہ، صرف اتنا ہی نہیں، انشاءاللہ اللہ چاہے تو آئندہ پھر کالج بھی آئے گا یونانی۔ اپنے والد کے تمام منشا کے حساب سے بزرگوں، والد کے خوابوں کو پورا کرنے والے ایسے جانشین سے اللہ ہم کو نسبت عطا کیا۔ ബഹുമാനികളെ, നമ്മുടെ ശൈഖ് അവറുകളുടെ കമാലാത്തിനെ ഒരു നിലക്കും വിവരിക്കാനോ പൂർണ്ണമാക്കാനോ നമ്മൾക്ക് ആർക്കും സാധിക്കുകയില്ല. اور دوستو، جب میرے آقا حضرت نوری علیہ رحمت و رضوان نے جب بتلایا ہر چیز بن سکتے میاں لیکن نوری شاہ بننا مشکل ہے، تو میرے والد نے اسی وقت کہا اگر میں آپ کا بیٹا ہوں تو ضرور نوری شاہ بن کے دکھاؤں گا۔ بزرگوں، یہ نوری شاہ بننا کوئی آسان کام نہیں تھا، یہ وہی ہے جو نوری شاہ بن سکتے تھے اور بن کے دکھائے ہیں۔ بزرگوں، آپ دیکھیں کتنی صعوبتیں، کتنی پریشانیوں کو اٹھانا پڑا یہ نوری شاہ کے سفر میں۔ بزرگوں، لوگ کہتے ہیں مریدین ان کے ساتھ ہے، لوگ ان کے ساتھ ہے، پیسہ لینا، جزاک اللہ بولنا، یہی تھا ان کا کام۔ نہیں میرے دوستو، حقیقت کچھ اور ہے، حقیقت کچھ اور ہے۔ جب اپنے والد کی جب گنبد بن رہی ہے تو آ جاتا ہے ایجا حکم نامہ کہ گنبد کو روک دیا جائے۔ بزرگوں، دشمنوں کا فوج، بزرگوں اتنی تکالیف ان کو پہنچائے، لیکن وعدہ تھا اپنے والد سے کہ میں نوری شاہ بن کے دکھاؤں گا، وہ بن کے دکھائے۔ ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ശൈഖുന ഒരിക്കൽ പൊത്തത്തിലെ എല്ലാവരോടും പറയുകയുണ്ടായി, നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ ആകാൻ കഴിയും, പക്ഷേ നിങ്ങൾക്കൊരാൾക്കും തന്നെ നൂരിശയാകാൻ കഴിയൂല എന്ന് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ അതിന് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനാണെങ്കിൽ ഞാൻ നൂരിശയായി കാണിക്കുമെന്ന്. ആ നൂരിശയായി കാണിക്കുക എന്ന് പറഞ്ഞ ആ വേദി അത്ര എളുപ്പമായൊരു വേദിയായിരുന്നില്ല. എത്രയോ കഠിനാധ്വാനവും ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടുള്ള ഒരു വഴിയായിരുന്നു ആ നൂരിശയാണി എന്ന് സ്ഥാപിച്ചുകൊണ്ട് കാണിക്കുക എന്നുള്ളത്. അതത്രയും എളുപ്പമായ ഒരു മാർഗമായിരുന്നില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആ വഴിയിൽ തരണം ചെയ്യേണ്ടി വന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ നൂരിശ എന്ന് പറഞ്ഞതായ ആ വാക്യമേതോ ഞാനും അതേ നൂരിശ തന്നെയാണ് എന്ന് സ്ഥാപിക്കുക തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെയ്തത്. നിങ്ങൾ നോക്കുക, ഈ ബഹുമാനപ്പെട്ട ശൈഖുന വിസാലായതിനു ശേഷം ഈ ദർഗാ ഷരീഫിൻ്റെ നിർമ്മാണം തുടങ്ങിയതായ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ കോർട്ടിൽ നിന്ന് ഓർഡർ വരികയാണ്, ഇത് നീ നിർമ്മിക്കാൻ പറ്റുകയില്ല എന്ന്. ശത്രുക്കൾ പല നിലക്കും അത് തടയാൻ വേണ്ടി ശ്രമിച്ചു, അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനോടൊക്കെ പോരാടി ഇത്രയും ഉന്നത നിലക്കുള്ള ഒരു ദർഗാ ഷരീഫ് ബഹുമാനപ്പെട്ട് നിർമ്മിച്ച് കാണിക്കുകയുണ്ടായി. കാരണം എന്താണ്? ഞാൻ നൂരിശയാകുമെന്ന് പറഞ്ഞത് അത് കാണിച്ചേ അടങ്ങൂ എന്നുള്ള അവരുടെ ആ തീരുമാനത്തിന് മുന്നിൽ എല്ലാ ശത്രുതയും തടസ്സങ്ങളും നീങ്ങി ഇന്ന് ഈ സുന്ദരമായ ദർഗ ഈ കോലത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. बुजुर्गों, ये सफ़र लोग कहते हैं ये मुरीदीन साथ है, हदिया इनका लेना इनका काम है, लेके जज़ाकल्लाह बोलना, यही इनका काम है, दूसरा और क्या है। बुजुर्गों, जब दरगाह बनती भजन सुनाते थे, मैं अपने लारियां बेच के तामीर करवाया, अपने लारियों को बेच कर तामीर करवाया हूँ। बुजुर्गों, ये इतना आसान नहीं था सफ़र, लेकिन अपने पीर से, अपने शेख से वादा कि मैं नूरी शाह बन के दिखाऊँगा, ये उसका सफ़र था, अल्लाह ने बना के दिखाया है।
बुजुर्गों, मैं जिस तरह मेरे दादा ने इरशाद फरमाया, अब मैं मुखय्यद हूँ, मैं मुतलक हो जाऊँगा तो तब मेरे काम को देखना। तो ये मुखय्यद जब इस दुनिया से वसल कर गए, अल्लाह के क़ुर्ब में चले गए, तो जब उनका फैज़ान मुतलक़न जब शुरू हुआ तो मुतलक़ के इब्तिदा में इतनी तकालीफ सहनी पड़ी, इतनी तकालीफ सहनी पड़ी। बुजुर्गों, मुंतकिल होना उतना आसान नहीं है, फैज़ान मुंतकिल होना उतना आसान नहीं है। बुजुर्गों, जब मुंतकिल हो गया सारे लोग देखते रह गए, वाह क्या कमाल है इनका, बुजुर्गों क्या फैज़ान है इनका, क्या कैफियत है इनकी। अल्लाह ताला हम सबों को उसको समझने की तौफीक अता फरमाए। ആളുകൾ പൊതുവെ പറയും, तो आज हमारे पीर का कमाल हम में दिख रहा है। बुजुर्गों, यहाँ पर नज़र हम दौड़ाएंगे तो ये पीर का कमाल हमारा नज़र आ रहा है। ये कमाल नहीं तो और क्या है बुजुर्गों, ये कमाल नहीं तो और क्या है। एक एक ख्वाब को अपने वालिद के पूरा किए हैं। बुजुर्गों, मुखय्यद रह के काम किए जब तक थे, जब वो इस दुनिया से पर्दा कर गए तो मुतलक ऐसा फैज़ान मेरे वालिद के ज़रिए अल्लाह ने शुरू करवाया, हम बयान भी नहीं कर सकते उसका। अब वक्त ऐसा आ गया है, मेरे वालिद रज़ी अल्लाह ताला अन्हु वो भी इस दुनिया से पर्दा कर गए हैं। मेरे दादा का ये इरशाद है, मेरे सिलसिले को 100 साल तक धक्का नहीं पहुँचेगा, 100 साल तक धक्का नहीं पहुँचेगा। मेरे वालिद से अल्लाह ने काम लिया, अब ये गुनहगार को अल्लाह ने ये सीट पे बिठाया है, हालांकि काबिल नहीं है। बस अल्लाह से यही दुआ करता हूँ कि जिस कैफियत के साथ ये तेरा महबूब बंदे इसकी हिफाजत किए हैं, बस ऐ अल्लाह मुझको भी वैसी हिफाजत की तौफीक अता फरमा। तो ये भी मैं दुआ करता हूँ, अगर मैं उसको सीट को संभालने के अगर काबिल नहीं हूँ तो फिर मुझे तेरी बारगाह में जल्दी बुला। ഞാൻ ഇതും കൂടി ദുആ ചെയ്യാണ്, അഥവാ ഈ സീറ്റിനെ സംരക്ഷിക്കാൻ ഞാൻ അർഹനല്ല എന്നുണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം। हाज़रीन कराम, ये अल्लाह का करम है। अल्लाह ताला ने हमको ऐसे शयूख से निस्बत अता फरमाया है। हम अपनी किस्मत पर नाज करना, अल्लाह ने हमें कैसी निस्बत अता फरमाई। बुजुर्गों, मेरे दादा हज़रत नूरी अलैहि रहमत व रिज़वान का ये इरशाद कि मैं मुखय्यद हूँ, जब मैं मुतलक हो जाऊँगा तो फैज़ान को देखना, वो हमें नज़र आया मेरे वालिद की ज़िंदगी में। बुजुर्गों, अब देखो, अब वो जब पर्दा कर गए हैं तो इंशाअल्लाह मुझे यकीन है अब जो फैज़ान शुरू होगा वो पीर नूरी का भी फैज़ान रहेगा, पीर आरिफ का भी फैज़ान रहेगा। मुतलक़न अब फैज़ान हमारे ऊपर शुरू हो जाएगा। बुजुर्गों, हम मायूस नहीं होना, चले गया मेरा पीर, चले गया, मर गया, नऊज़ु बिल्लाह। मैं दोपहर में भी यही बोला, मरने वाला मेरा पीर नहीं, मरने वाला मेरा पीर नहीं, जो मरा हुआ है वो मेरा पीर नहीं है, जो जिंदा है वही मेरा पीर है। ये मेरा ईमान है। देखो, ये ईमान मुहम्मदुर रसूलुल्लाह ने सहाबा के अंदर पैदा किया। हज़रत उमर फारूक क्या इरशाद फरमा रहे हैं, अगर कोई ये कहे कि मोहम्मद सल्लल्लाहु अलैहि वसल्लम मर गए हैं, मैं उसी वक्त उसका गला काट दूंगा। बुजुर्गों, कोई ये कह दे कि मोहम्मद सल्लल्लाहु अलैहि वसल्लम चले गए हैं, उसी वक्त वो ख़त्म हो जाएगा। बुजुर्गों, ये ईमान हमारा भी होना चाहिए। कभी मरते नहीं, बल्कि वो मुलाकात के लिए गए हैं, मुलाकात के लिए गए हैं, अपने हबीब से मुलाकात के लिए गए हैं, मुहम्मदुर रसूलुल्लाह से बुजुर्ग बिला हिजाब मुलाकात के लिए गए हैं। बुजुर्गों, गौसुल आज़म से बिला हिजाब मुलाकात के लिए गए हैं, गरीबन नवाज से बिला हिजाब मुलाकात के लिए गए हैं। बुजुर्गों, पीर नूरी से जो बिला हिजाब देखते थे तो बीच में जो हिजाब पड़ गया था वो फिर से हिजाब को उठाकर पीर नूरी को देखने के लिए गए हैं। हम ये नहीं समझना चले गए। बुजुर्गों, अब भी वो हमारे साथ है, हमारे साथ है। बुजुर्गों, वो बसीरत पैदा करो, खुदा की कसम यहीं पर वो नजर आएंगे। बुजुर्गों, वो बसीरत पैदा करो, इंशाअल्लाह अल्लाह ताला हमारी आंखों से फिर से उन्हें देखने की तौफीक अता फरमाएगा। हमारा शेख जिंदा है या मर गया है? നമ്മുടെ ശൈഖ് ജീവിച്ചിരിക്കുകയാണോ അല്ല മരിച്ചൊക്കെ?
मुर्दा बोलने वाली जमात और है, हम अहले सुन्नत है, तो हमारा ये ईमान है कि हमारा शेख जिंदा है। മരിച്ചവരി എന്ന് പറയുന്ന സംഘം വേറെയാണ്. നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്, നമ്മൾ ജീവിക്കുന്നവർ എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമ്മളെ ശേഖ് മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. जिंदा भी है और उन्हें वहाँ पर अब रिज़्क़ भी मिल रहा है. ജീവിച്ചിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് റിസ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ये कुरान बयान कर रहा है, ये मोहम्मदुर रसूलुल्लाह बयान कर रहे हैं, ये अल्लाह खुद बयान कर रहा है. तुम आरिफुद्दीन जीलानी रज़ी अल्लाह अन्हु को तुम मुर्दा मत कहो, मैं उनको अब अपनी तरफ से रिज़्क़ दे रहा हूँ, पहुँचा रहा हूँ, बड़े मज़े में हैं. बुजुर्गों, जब चाहे वो जब मेरा दीदार कर सकते हैं, जब चाहे जो चाहे वो कमाल वो दिखा सकते हैं. उन्होंने मुखय्यद ज़िंदगी से वो मुतलक की तरफ आए हैं, तुम उन्हें मुर्दा मत कहो. अगर तुम ऐसा कहते भी है तो तुम्हारे को शऊर नहीं है वो चीज़ का. ഈ കാര്യം പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്, അവർ ജീവിച്ചിരിക്കുകയാണ് എന്ന്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അല്ലാഹു തആല സ്വയം പറയുകയാണ് നമ്മളോട്, നിങ്ങൾ ആരിഫുദ്ദീൻ ജീലാനിയെ മരിച്ചവരാണെന്ന് കരുതണ്ട, അവർ ജീവിച്ചിരിക്കുകയാണ്, അവർക്ക് റിസ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനത്തെ റിസ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിനെ ദർശിക്കാൻ അവർക്ക് സാധിക്കും. എപ്പോൾ ഉദ്ദേശിച്ചോ, ഏത് കമാല് എങ്ങനെയൊക്കെ കാണിക്കാൻ ഉദ്ദേശിച്ചോ അതൊക്കെ കാണിക്കാവുന്ന നിലക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആ ദാനം പ്രാപിച്ചുകൊണ്ട് അതിൻ്റെ അനുഭൂതിയിൽ നിലകൊള്ളുകയാണ് അവർ ചെയ്യുന്നത്. अब हम ये कैफियत पैदा नहीं होना, ये कैसा हो सकता? खाना भी खा रहे हैं, जिंदा भी है, शक करे तो काफिर हो जाते, इनकार करे तो शक करे तो मुनाफिक हो जाते, इनकार करे तो काफिर हो जाते. काफिर और मुनाफिक बनना है तो फिर शक करिए. मोमिन वही है जो ये ईमान रखता है कि मेरा शेख जिंदा है, मौजूद है, वो हर वक्त मेरे ऊपर नज़र रखा हुआ है और अपने फैज़ान से मुझे मालामाल कर रहा है. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു, അത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ कुछ देर अपने रब से मुलाकात के लिए गए हैं, कुछ देर अपने रब से मुलाकात के लिए. अल्लाह क्या इरशाद फरमाया, या अय्युहन नफ्सुल मुतमइन्ना, ऐ इत्मीनान पाए हुए नफ्स, ऐ इत्मीनान पाए हुए नफ्स, नफ्स मुतमइन्ना पर फाइज होने वाले नफ्स, जो खुद की कोई ख्वाहिश नहीं रखता, जो अपनी ज़िंदगी में सिर्फ मेरे ही हर वो चीज़ को वो सुनता है, मेरे ही हक़ को वादा करता है, जो अपनी ख्वाहिश को मेरी रज़ा में जो फ़ना कर देता है, बुजुर्गो अपने नफ्स के ख्वाहिशात को मेरे हिसाब में वो ढाल देता है. बुजुर्गो जो खुद को मुझ में फ़ना कर देता है, वो बंदे से अल्लाह क्या इरशाद फरमा रहा है, इरजी इला रब्बी की राज़ियतम मर्ज़िया. अब लौट अपने रब की तरफ, लौट अपने रब की तरफ. ज़रा अच्छा गौर से सुनिए, लौट अपने रब की तरफ. जब लौट गए, कब तक लौटे हुए रहेंगे? क़यामत तक लौटे हुए रहेंगे. हमारा वहम व गुमान बन गया, लौट गए तो लौट गए, अब नहीं आते. ऐसा नहीं है दोस्तों. कुरान क्या कह रहा है? जब लौटा आया है अपनी तरफ अपने बंदे को, इत्मीनान पाए हुए नफ्स को, इरजी इला रब्बी की राज़ियतम मर्ज़िया, अपने रब को, अपने रब के तरफ अपने बंदे को जब बुलाया है, कैसा बुलाता है? राज़ी होकर उससे, और वो बंदा उससे राज़ी होकर उसकी तरफ बुलाया जाता है. जब बुला लिया जाता है तो फिर क्या करता है? जन्नत में दाखिल कर देता. लोग यही बोलते सवाल और जवाब करके जन्नत में दाखिल कर, नहीं. उसके बाद फदखुली फी इबादी, पहले अपने बंदों में दाखिल करता है, उसे अपने बंदों में फिर से दाखिल करता है. तो आप बतलाइए, आप बंदे हैं या नहीं हैं? अल्लाह के बंदे हैं या नहीं हैं? अगर है बोल तो फिर ये यकीन करना पड़ता है मेरा पीर फिर से वापस आ गया है, मेरा पीर फिर से वापस आए. नहीं, ये बंदे अलग, वो बंदे, ऐसा नहीं है दोस्तों. बंदे एक ही है, बंदे एक ही है. अल्लाह ये इरशाद फरमा रहा, मैं अपने बंदों में उसे दाखिल करता हूँ, भेजता हूँ. हमारे को ये इत्मीनान, ये राहत मिलता है जब गए हैं वापस दीदार करे, फिर अल्लाह ने उन्हें भेज दिया हमारी तरफ. फिर उसके बाद है फदखुली जन्नती, जन्नत बाद में. पहले हमारे को अल्लाह नहीं भूल रहा, मालूम है अल्लाह को ये इतने चाहने वाले हैं, ये इतने दीवाने हैं मेरे दोस्त के. बुजुर्गो
ہو سکے اگر ان کے اندر سے یہ جذبے کو اگر کم نہ کروں تو ان کی جان بھی جا سکتی ہے. اسی لیے اللہ نے اس کو لحاظ رکھتے ہوئے اپنے بارگاہ میں کچھ دیر کے لیے بلایا، اور اس وقت اللہ نے ہم کو صبر عطا کیا. پھر جب صبر کا جب پھل ختم ہونا، جب صبر کا جب وہ کیفیت جب ختم ہونا شروع کیا تو اللہ تعالیٰ کیا کیا، پھر سے ہماری طرف بھیج دیا ہمارے پیر کو، تاکہ ہمارا صبر بھی چلتا رہے اور ہمیں اطمینان بھی ہوتا رہے کہ میرا پیر میرے ساتھ ہے. شک ہے تو آپ خود سوچئے کہ میرا مقام کہاں ہے. اگر انکار کرنا ہے تو آپ خود سوچئے کہ میرا کیفیت کیا ہونے والی ہے. اگر مومن ہے تو قبول کریے، اللہ تعالی ہم اور آپ کو یہ کمال پر پہنچائے. اللہ ہم کو نسبت عطا کیا ہے، ہم کیا کرنا، ہم ایصال ثواب کرتے رہنا. ایصال ثواب کیا، یہ قرآن، یہ وہ تو ایصال ثواب ہے، انکار نہیں ہے اس کا. لیکن ہمارے پیر کا حقیقی ایصال ثواب کیا ہے؟ ہم عامل مرید بننا. ہم عامل مرید بننا. جو پیر نے ہم کو جو سبق سکھایا ہے، اگر وہ سبق کے اگر ہم حال والے بن جائیں گے، بزرگوں سبق کو اگر ہم یاد کر کے گھول کے اگر پی لیں گے، بزرگوں وہ سبق کے حساب سے ہم اپنی زندگی کو بسر کریں گے، وہی ہمارے پیر کے لیے ثواب ہے. بزرگوں تبھی ہمارے پیر خوش ہوں گے. یہ قرآن، یہ سب باتیں، یہ سب چیزیں ویسے تو پڑھنے کی ضرورت نہیں ہے، کیونکہ وہ اللہ کے محبوب بندے ہیں. قرآن پڑھے تو ان کا درجہ اضافہ نہیں، ہمارا درجہ اضافہ ہوتا. اللہ کے پاس تو ان کا درجہ ہے ہی ہے، انکار نہیں ہے اس کا. درجہ تو ہے ان لوگوں کے لیے پڑھنا جو خلاف ورزی کرتے ہوئے اللہ کی زندگی بسر کیے ہیں، بزرگوں جو گناہوں میں زندگی جو بسر کیے ہیں. ہم ایصال ثواب کیا کریں گے؟ یہ بھی کریے، انکار نہیں ہے اس کا، لیکن ہم وہ کریں جس کی وجہ سے ہمارے پیر خوش ہو جائے. وہ کیا ہے؟ عامل مرید بننے کی ہم کوشش کرنا. ابھی تک ایک عارف الدین تھے ہمارے درمیان، اب ہماری ہر کسی کی خواہش ہونا، میرے والد کے قول کے مطابق ہر کوئی یہ کیفیت پیدا کرو کہ میں بھی عارف بن جاؤں گا، میں بھی عارف الدین بن جاؤں گا. ابھی تک ایک تھے، اب یہ نیت کر کے اٹھو کہ ہر کوئی محفل میں عارف الدین بنیں گے. بزرگوں دیکھنا اس وقت ہمارے پیر ہم سے خوش ہوں گے. اللہ تعالی ہم سبوں کو ایسے ایصال ثواب کرنے کی ہم میں سے ہر ایک کو توفیق عطا فرمائے. الغرض وقت ہو چکا ہے، 10 بجنے آ رہے ہیں. انشاءاللہ رمضان میں تاریخ آپ کو بتلائی جائیں گی. 40واں چہلم آ رہا ہے. تمام حضرات سے گزارش ہے، آپ کے پاس اگر وقت ہے تو آئیے، پیروں کے فیضان سے مالا مال ہوئیے. انشاءاللہ اللہ ہماری زندگی میں خیر و برکت عطا فرمائے. സമയം ദീർഘിച്ചിട്ടുണ്ട്, 10 മണിയായിക്കുന്നു. ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പരിപാടി ഇവിടെ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ശൈഖുനായുടെ 40ൻ്റെ പരിപാടി ഉണ്ടാകും. അതിൻ്റെ ഡേറ്റ് തീയതി നിങ്ങളിപ്പോൾ അറിയിക്കും. ഇൻഷാ അല്ലാഹ് അതിൽ എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരുടെ എല്ലാവിധ ഫൈലാനും കൊണ്ട് നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ. اگر کوئی وجہ سے نہیں آ سکے تو اپنے گھر میں اہتمام کریے، اپنے رشتہ داروں کو کھلائیے پلائیے. وہ جس کام سے خوش ہوتے تھے ہم بھی وہ کریے. انشاءاللہ ہمارے پیر ہم سے خوش ہو جائیں گے. അഥവാ ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും വരാൻ കഴിയണില്ലെങ്കിൽ ശൈഖുന ചെയ്യുന്ന അതേ പ്രവർത്തനം നമ്മളും വീട്ടിൽ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കും സ്വന്തക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള ശൈഖിനെ സന്തോഷിപ്പിക്കുന്ന, ശൈഖിന് സന്തോഷമായിരുന്ന കാര്യങ്ങൾ ഏതാണോ അതൊക്കെ നമ്മളും നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകും. اللہ سے دعا ہے جو بھی ہم کہہ رہے ہیں اس پر عمل کرنے کی توفیق عطا فرما. اے اللہ یہ تیرے ولی کی بارگاہ میں، یہ تیرے ولی کے لیے آئے ہیں. اے اللہ ہم میں سے کسی کو محروم نہ کر. اے اللہ ہم میں سے کسی کو محروم نہ کر. اے اللہ یہ کوئی غرض سے نہیں بلکہ خالص تیرے ولی کی محبت میں آئے ہیں. یہ خود نہیں بلکہ تو ہی نے لایا ہے. جب تو انہیں تیرے ولی کی بارگاہ میں جب تو لایا ہے تو اے اللہ انہیں بھی، اے اللہ ہمیں بھی سبوں کو اپنا دوست بنا لے، سبوں کو اپنے اولیاء کی فہرست میں شامل فرما. اے اللہ تو رحم فرما، کرم فرما اپنے حبیب کے صدقے میں، اس محفل میں
جو لوگ بیمار ہے اللہ انہیں سبوں کو شفا عطا فرما، ان کے متوسلین جو بیمار ہے اللہ انہیں بھی شفا عطا فرما، جو پریشان ہیں ان کے پریشانیوں کو دور فرما، جو قرضوں میں مبتلا ہے اللہ انہیں قرضوں سے نجات دے، جو بے روزگار ہے انہیں روزگار عطا فرما، جو اپنے وطن سے دور ہے ان سبوں کو اپنی عافیت میں لے لے۔ اے اللہ جو اہل سلسلہ اے اللہ اپنے شیخ کے دیدار کے لیے نہیں آ سکے، اے اللہ تو انہیں بھی محروم نہ کر، اے اللہ تو انہیں بھی محروم نہ کر، اے اللہ ان کو بھی اپنے ولی کے فیضان سے مالا مال فرما، اے اللہ تو رحم فرما، کرم فرما، اے اللہ تمام خلفاء کو حیاء دین کے لیے منتخب فرما، اخلاص کے ساتھ دین کی خدمت کی توفیق عطا فرما۔ اے اللہ میرے شیخ کے مشن کو اور اچھے پیمانے پر چلانے کی اے اللہ ہم میں سے ہر ایک کو توفیق عطا فرما۔ اے اللہ یہ تیرے اولیاء کا لگایا ہوا چمن ہے، اے اللہ تو اس کو برباد ہونے نہ دے، اے اللہ اس کو صحیح حفاظت فرما، اے اللہ ہم سب خادم ہیں، اے اللہ اس کی صحیح طور پر خدمت کرنے کے ہمیں توفیق عطا فرما، ہم سبوں کی تو کامل مغفرت فرما۔ فصلی اللہ علی خیر خلقہ سید محمد وعلی آلہ وصحبہ وبارک وسلم۔